12 വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തു സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. 12 വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തു സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ ആത്മശക്തിയായെന്നും കൂടെ വാഴുക. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ ആത്മശക്തിയായെന്നും കൂടെ വാഴുക. മനസ്സാല ചിന്തിക്കുന്ന കാര്യമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. മനസ്സാലെ ചിന്തിക്കുന്ന കാര്യമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. നാവാലെ ഉരച്ചെയ്യും ശബ്ദമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. നാവാലെ ഉരച്ചെയ്യും ശബ്ദമെല്ലാം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ ആസകലം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ ആസകലം ഗുരുഹിതമായി വരുവാൻ അനുഗ്രഹിക്കാം. മനസാവാചാകർമ്മ പരിശുദ്ധിയായി പരമഗുരുവെന്നും കൂടെ വാഴുക. മനസാവാചാകർമ്മ പരിശുദ്ധിയായി പരമഗുരുവെന്നും കൂടെ വാഴുക. കൂടെ വാഴുക ഗുരു കൂടെ വാഴുക പരമാനന്ദമായെന്നും കൂടെ വാഴുക. കൂടെ വാഴുക ഗുരു കൂടെ വാഴുക പരമാനന്ദമായെന്നും കൂടെ വാഴുക. 12 വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തു സർവദോഷം തീരുവാനായി ആശ്രയിച്ചു. സർവലോക സൃഷ്ടിതാവേ പരമ്പൊരുളേ ആത്മശക്തിയായെന്നും കൂടെ വാഴുക. ആത്മശക്തിയായെന്നും കൂടെ വാഴുക.
സമ്പൂർണ്ണ മോക്ഷത്തിനായി അവതാരമായി വന്ന ഈ ഉന്നത കാലഘട്ടത്തിൽ ഓരോ ഹൃദയങ്ങളിലും അടങ്ങിയിരിക്കുന്ന സർവദോഷങ്ങളെയും തീർത്ത് ഹൃദയശുദ്ധി പകർന്ന് ഹൃദയാനന്ദം അനുഭവമാകുവാൻ തക്കവിധം അനുവദിച്ചിരിക്കുന്ന ഉന്നതമായ നിയമങ്ങളാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും. അതിലേറ്റവും ബൃഹത്തായതും പരമപരിശുദ്ധമായതുമായ ഒരു കർമ്മമാണ് ഈ 3 മാസക്കാലം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായി നടക്കുന്ന ഈ തീർത്ഥാടനം. ഉന്നതനാകുന്ന ജഗദീശ്വരന്റെ ആ തിരുഹൃദയം തുറന്ന് ശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് പാസാക്കിയ ഈ ഉന്നത നിയമം ലോകാന്ത്യം വരെ നടക്കട്ടെ എന്ന കൽപ്പനയോടുകൂടി ആരംഭം കുറിച്ച സമയം മുതൽ ഈ സമയം വരെ ഉന്നതമായി നടത്തുന്നത് ആ മഹനീയ ശക്തി മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് വാഴുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്രകാരം ഈ പ്രാവശ്യം നടക്കുന്ന ഈ തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക ദിനമാണ്. ഉത്രാടം പക്കനാളാണ്. ഉത്രാടത്തിൽ ഉദയമായി നിന്നുകൊണ്ടാണ് മഹാതീർത്ഥാടനം നടത്തുവാൻ ആഹ്വാനം ചെയ്തത്. ഉന്നതമായ 12 വെള്ളിയാഴ്ച എന്ന നിയമത്തെ ലോകത്തിൽ പാസാക്കിയത് സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമങ്ങൾ നടത്തിയിടുന്നേ. നവോശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് ഉത്രാടത്തിൽ ഇരുന്ന് ഈ വിധ കർമ്മങ്ങളെല്ലാം നടത്തിയതും ഈ ആദർശത്തെ ലോകവ്യാപകമായി വളർത്തിയതും ഇപ്രകാരം 69 തിരുവർഷക്കാലം ആണിരുന്ന് ദൈവമാണെന്ന് ആത്മലോകത്തെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഒരു പ്രത്യേക അവസ്ഥയാണ്. ഓരോ ശരീരവാഴ്ചക്കാലത്തും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അന്ന് ആരും തിരിച്ചറിഞ്ഞില്ല, ഇന്ന് ആരാ കൃത്യമായി അറിയുന്നത്? അതും വളരെ കുറവാണ്. വേണ്ടതുപോലെ അറിയുവാൻ, വേണ്ടതുപോലെ ആരാധിക്കുവാൻ, വേണ്ടതുപോലെ ആനന്ദിക്കുവാൻ ദൈവമൊരുക്കി തരുന്ന നിയമങ്ങളാണ് ഇതെല്ലാം. തിരുച്ചുദയമായിരുന്നു. അതുകൊണ്ട് 69 തിരുവർഷക്കാലം പൂരം നക്ഷത്രമായ ശരീരത്തിൽ വാണിരുന്ന് നിങ്ങളെ കണ്ടത്, ഈ ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കുളിരണിഞ്ഞു ഓരോ മനസ്സുകളും. പക്ഷേ അപ്പോഴും വേണ്ടതുപോലെ അറിയുവാൻ കഴിയുന്നില്ല, ആശ്രയിക്കുവാൻ കഴിയുന്നില്ല. അതൊരു വലിയ കുറവായിരുന്നു. ആ കുറവൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദാ പൊന്നുനാമം സ്തുതിച്ചിടുന്നേ. സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദാ പൊന്നു പാദം നമിച്ചിടുന്നേ. ദൈവത്തിന്റെ നാമം സ്തുതിച്ച് പാദം നമിച്ച് കൃത്യദൃഷ്ടിയോടുകൂടി ജീവിതം ചെയ്യുന്നവർക്കെല്ലാം ഉന്നതമായ ഭാഗ്യം ഈശ്വരൻ ദാനം ചെയ്യും. ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? അകതാരിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന, ലോകം മുഴുവൻ സൃഷ്ടി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആ ദിവ്യരൂപത്തെ ഇപ്രകാരം ഒരു മധ്യാകൃതിയിൽ കാണുവാൻ ഭാഗ്യം ലഭിച്ചത് പരിപൂർണമായി അകതാരിൽ ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹൃദയം ഒരുങ്ങിയെങ്കിലേ അത് ആ കാഴ്ച ഉണ്ടാവുകയുള്ളൂ. ദക്ഷിണ സമർപ്പിക്കുകയും നേർച്ച സമർപ്പിക്കുകയും ഈ കെട്ടിന്റെ കീഴിൽ കൂടെ നടന്നു വരികയും ചെയ്തത് കൊണ്ട് ആ രൂപത്തെ കാണാൻ കഴിയില്ല. പല ആളുകളുടെയും വിചാരം വർഷത്തിൽ ഇങ്ങനെ ഒരു കെട്ടിന്റെ കീഴിൽ കൂടെ നടന്നുകൂടെ വന്നാൽ എല്ലാ മോക്ഷവും ആവുമെന്നാണ്. അല്ല, അതിന്റെ വ്യവസ്ഥ അതല്ല. കെട്ടിന്റെ കീഴിൽ നടന്നു വന്നാൽ കുറ്റങ്ങളൊക്കെ തീർന്നു പോമോ? പോകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. ദൈവത്തിനാകുന്ന ഗുരു അനുവദിച്ചു തന്ന നിയമങ്ങളെ കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കുന്നവർക്കാണ് സമ്പൂർണ്ണ മോക്ഷം, മഹാഭാഗ്യം ഈശ്വരൻ ദാനം ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ഈ 12 വെള്ളിയാഴ്ച വ്രതാനുഷ്ഠാന കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എന്തെങ്കിലും കുറവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം മഹാശക്തി ക്ഷമിക്കുമാറാകട്ടെ. എന്നാൽ ഒരു കാരണവശാലും ഈ സന്നിധാനത്തിലേക്ക് വരാതെയും ഒരുവിധ കർമ്മങ്ങളിൽ ഏർപ്പെടാതെയും അങ്ങനെ നിൽക്കുന്നവരൊക്കെ എന്തിനായി ഇരുപിടിക്കെട്ടുകൊണ്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. താരെ കാണിക്കാനാണോ, എന്തിനെ കാണിക്കാനാണോ?
പലരുടെയും വിചാരം സൂക്ഷ്മാവസ്ഥയിൽ ശ്രീകോവിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം സ്വീകരിക്കുമെന്നാണ്. ദേഹം സ്വീകരിച്ച് ലോകത്തിൽ വന്ന് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങളെ കാണുവാൻ, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ്. അതിനെ മറച്ചും അതിനെ മറന്നും അതിനെ വിമർശിച്ചും ജീവിതം ചെയ്തിട്ട് ഒരു കെട്ടുപിടുത്തോട്ട് വന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ഈ പുണ്യദിനത്തിൽ ഉന്നതമായി കർമ്മം നടക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് അറിയിക്കുന്നത്. കാരണം ഇത് നിയമജ്ഞനാകുന്ന ദൈവം അറിവ് നൽകി, ആചാരം നൽകി, ആരാധനയിൽ കൂടി ആശ്വാസം നൽകാൻ തന്ന നിയമമാണ്. അതിനെ പാലിക്കണം. എങ്കിലേ പരിപൂർണമായ സുഖമുണ്ടാവുകയുള്ളൂ, എങ്കിലേ പരിപൂർണമായ ആനന്ദമുണ്ടാകുള്ളൂ. അതുകൊണ്ട് കുറവുകളൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ് ഞാൻ. പക്ഷേ ഒരു വിധത്തിലും അടുക്കാതിരുന്നാൽ അത് പരിഗണിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഇനിയെങ്കിലും ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായി വ്രതത്തിൽ ബന്ധിച്ചും ഉന്നതമായ ആരാധനകൾ ബന്ധിച്ചും ഈ സന്നിധാനത്തിൽ വന്ന് പലവിധ കർമ്മങ്ങൾ ഏർപ്പെട്ടും ജീവിതം ചെയ്തവരെ എല്ലാം ജഗദീശ്വരൻ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവും ദൈവദൂതന്മാരും നിങ്ങൾക്ക് സർവദാ കാവലായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ മഹാതീർത്ഥാടനം അതിന്റെ സമാപന സമയം വരെയും ഉന്നതനാകുന്ന ദൈവവും ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും എഴുന്നള്ളി നിന്നുകൊണ്ട് ആനന്ദമായെല്ലാം നടത്തുമാറാകട്ടെ. എല്ലാ ഹൃദയങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഉന്നതമായ കർമ്മങ്ങളിലൊക്കെ ബന്ധിച്ച് ഗുരുവിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ 3 ശാഖയിലുള്ളവരാണ് കൂടുതലായിട്ട് ഇതിലുള്ളത്. അതിൽ നിന്ന് മാറി പല സൗകര്യാർത്ഥം ഇതിൽ വന്ന് ബന്ധിച്ച് നിൽക്കുന്ന ചില ശാഖക്കാരുണ്ട്. എങ്കിലും പ്രധാനമായുള്ള ചെറുകോൽ, വയനാട്, ഹരിപ്പാട് പ്രദേശങ്ങളിലുള്ളവരാണ് പ്രധാനമായി നിലകൊള്ളുന്നത്. ഇവർക്ക് ഇതിന്റെ ആദ്യാവസരത്തിൽ തന്നെ ഇതിനൊരു അവസരം കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ പൂർവികരായിരിക്കുന്ന ആത്മാക്കൾ ഈ സന്നിധാനത്തിൽ നടക്കുന്ന ഓരോ കർമ്മങ്ങളും അതുപോലെ ബദ്ധശ്രദ്ധരായിരുന്നു കൊണ്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ പ്രഥമ ഗണനീയമായ അവസ്ഥ ലഭിച്ചിരിക്കുന്നത്. ആദ്യം തീർത്ഥാടനം നടക്കുമ്പോൾ ആദ്യം ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ, ആദ്യത്തെ ദിനത്തിൽ പ്രവേശിക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നത്. ഇതിനെ നിലനിർത്തി നിങ്ങളുടെ പരമ്പരകളിലേക്ക് എത്തിക്കേണ്ട നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് നടക്കുന്ന കർമ്മങ്ങളിലെല്ലാം ആത്മാർത്ഥമായി ഇടപെട്ട് ഉന്നതമായ ഈ ആനന്ദം അനുഭവിക്കുവാനും ഇത് പരമ്പരകളിലേക്ക് എത്തിക്കുവാനും ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജഗദീശ്വരന്റെ തിരുവവതാരത്തെ കണ്ടുകൊണ്ട് ആനന്ദമായി ജീവിതം ചെയ്യുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തിയുടെ നിറഞ്ഞ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും നടത്തപ്പെട്ട ഈ പദയാത്ര സർവശക്തി സ്വീകരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. എളിയവരിൽ കൃപ ചൊരിയുന്നു. കരുണാവാരിധി അനുദിനവും. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു. ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു. ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം.
വേദഗ്രന്ഥം വായിച്ചിടിൽ പാപരാത്രി മാറുമോ? ഭേദബുദ്ധി മാറിടാതെ വേദാന്തിയായി തീരുമോ? ഭേദമറ്റ വേദരൂപൻ സർവലോകകാരകൻ, ഉള്ളിലുള്ള ഗ്രന്ഥമതിൽ വേദസാരം ചേർക്കുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ദൈവമേകൻ ഏകരൂപൻ പലതില്ലെന്നതോർക്കണം. ഭഗവാൻ കൃഷ്ണൻ, രാമചന്ദ്രൻ, നബിയും ക്രിസ്തുദേവനും, ബുദ്ധദേവൻ, ജൈനദേവൻ, എല്ലാം ഒന്നല്ലോ. അജ്ഞാനം മാറുമ്പോൾ ഈ പരമാർത്ഥം തെളിയുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. സൃഷ്ടി സത്യമൊന്നാണല്ലോ, ദൈവവാഴ്ച കാട്ടുന്നു. പുൽത്തുരുമ്പിലും പരമാണുവിലും ദൈവവാഴ്ച കാണുന്നു. കണ്ടതെല്ലാം ദൈവമാക്കാൻ വെമ്പി നമ്മളോടുമ്പോൾ സൃഷ്ടികർത്താവേദരൂപൻ നമ്മിൽ കുടികൊള്ളുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ, ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ. ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ, ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ. ശാന്തി മതിയെന്ന് ചിന്തിക്കും ഭക്തരിൽ ശാന്തിയായി വാഴ ശുഭാനന്ദദേവ. സത്യവും ധർമ്മവും പാലിച്ചു പോകുന്ന ഭക്തരിൽ വാഴ ശുഭാനന്ദദേവ. സത്യവും ധർമ്മവും പാലിച്ചു പോകുന്ന ഭക്തരിൽ വാഴ ശുഭാനന്ദദേവ. ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ, ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ. ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ, ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ. സർവവും വിട്ടങ്ങു ആശ്രയിച്ചിടുന്ന ഭക്തരിൽ വാഴ ശുഭാനന്ദദേവ. സത്കർമ്മം ചെയ്തു സദ്ഗുരുപാദേ ആശ്രയിപ്പോരുള്ളിൽ വാഴുക ദേവ. സത്കർമ്മം ചെയ്തു സദ്ഗുരുപാദേ ആശ്രയിപ്പോരുള്ളിൽ വാഴുക ദേവ. ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ, ശാന്തിയായ ആത്മാവിൽ
വാഴണേ ദേവാ ശാന്തി സ്വരൂപ ശുഭാനന്ദ ദേവാ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവാ ശാന്തി സ്വരൂപ ശുഭാനന്ദ ദേവാ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവാ ശാന്തി സ്വരൂപ ശുഭാനന്ദ ദേവാ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവാ. തിരുവവതാരസുദിനമിത ആഗതമായി സഹോദരരെ തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക് ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക് ഉന്നതനാകുന്ന ദൈവം ആത്മലോകരക്ഷാർത്ഥം സ്ഥാപിച്ച അത്യുന്നതമായ ഒരു നിയമമാണ് നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം. അത് വർഷങ്ങളായി അനുഷ്ഠിക്കുന്നവരുണ്ട്, ഈ വർഷം ആദ്യമായി അനുഷ്ഠിച്ചവരുണ്ട്, 2ഉം 3ഉം വർഷമൊക്കെ ആയവരുണ്ട്, അങ്ങനെ പല അനുവാദത്തിൽ ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട്. വർഷങ്ങളുടെ പഴക്കമോ അല്ലെങ്കിൽ ആ പഴക്കമില്ലായ്മയോ അല്ല ഈ തീർത്ഥാടനത്തിൻ്റെ സമ്പൂർണമായ അനുഭവത്തിലേക്കൊരാത്മാവിനെ എത്തിക്കുന്നത്. നിഷ്കളങ്ക ഭക്തിയോടുകൂടിയുള്ള വ്രതാനുഷ്ഠാനമാണ്. നിഷ്കളങ്ക ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കീർത്തനങ്ങളിൽ പാടാനും പ്രസംഗിക്കാനുമുള്ളതല്ല, അനുവർത്തിക്കാനുള്ളതാണ്. നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? കളങ്കമില്ലാത്തത് എന്നൊറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാം. ഈ കളങ്കമില്ലായ്മ എന്താണ്? അത് കളങ്കമില്ലായ്മ തന്നെയാണ്, അല്ലേ? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും യാതൊരു വിധത്തിലും മാലിന്യം കലർത്താതെ ആര് ഹൃദയപരിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു അവരിലാണ് നിഷ്കളങ്കത്വം രൂപപ്പെടുന്നത്. ആ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുവാനാണ് ഈശ്വരൻ ഈ നിയമങ്ങളെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 12 വെള്ളിയാഴ്ചകളിലായി, ഇപ്പോൾ 12ാമത്തെ വെള്ളിയാഴ്ച വരുന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് നിലവിൽ ചിന്തിച്ചാൽ 12 വെള്ളിയാഴ്ചകൾ നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു സങ്കല്പ പ്രാർത്ഥന ആദ്യം നമ്മൾ നടത്തി, അല്ലേ? ആ ദിവസവും ഈ ശ്രദ്ധയും ഈ ഓർമ്മയും തന്നെയായിരുന്നു. അതുകൊണ്ട് 12 എന്ന് പറയാം. പക്ഷേ അതിൻ്റെ നിയമപ്രകാരമുള്ള ദിവസങ്ങൾ അടുത്ത വെള്ളിയാഴ്ച കൂടി ചേരുമ്പോഴാണ്. എങ്കിലും ഈ 12 വെള്ളിയാഴ്ചയുടെ സങ്കല്പത്തോടുകൂടി എടുത്ത ഈ വ്രതാനുഷ്ഠാനത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ആരിലെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഹാശക്തി ക്ഷമിക്കണമേ എന്ന് ഓരോരുത്തരും ഉറ്റു പ്രാർത്ഥിക്കും. കാരണം ഈശ്വര മുമ്പാകെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. സാധുക്കളായ അറിവില്ലാത്ത അന്മേനികളായ സന്താനങ്ങളുടെ മധ്യത്തിലേക്കാണ് ഒരു നിയമത്തെ ദാനം ചെയ്യുന്നത്. ആ നിയമത്തെ ദാനം ചെയ്യുമ്പോൾ ആ ദാനം ചെയ്യുന്ന നിയമജ്ഞനാകുന്ന ഗുരുവിന് അതിൻ്റെ സമ്പൂർണമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെയും താൻ തൻ്റെ കർമ്മം നടത്തിക്കൊണ്ടേയിരിക്കും. ആ നിയമത്തെ ദാനം ചെയ്യുമ്പോൾ വന്നു ചേരാവുന്ന പോരായ്മകളൊക്കെ തനിക്കും അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ക്ഷമിച്ചു സഹിച്ചുമൊക്കെ പോകുന്നത്. പക്ഷേ അത് നിരന്തരമായി സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച വ്രതം എടുത്തു, അറിയാതെ അല്പം കഞ്ഞിവെള്ളം കുടിച്ചു പോയി, അത് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ആർക്കായാലും, സാധാരണക്കാർക്ക് ആർക്കായാലും മനസ്സിലാവും, അറിയാതെ പറ്റിപ്പോയതാണ്. വീണ്ടും അടുത്ത ആഴ്ചയിൽ സംഭവിച്ചാലോ അതിൻ്റെ പേരെന്താണ്?
ആദ്യം വന്നത് അബദ്ധവും രണ്ടാമത് വന്നത് അഹങ്കാരവുമാണ്. യാതൊരു ചിന്തയും ശ്രദ്ധയും അതിൽ ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ ആഴ്ചയും ആ തെറ്റ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം കാണാൻ കണ്ണുള്ളവനും എല്ലാം കേൾക്കാൻ ചെവിയുള്ളവനും എല്ലാം അറിയുവാൻ അറിവുള്ളവനുമായ മഹാശക്തിക്ക് ഇതെല്ലാം അറിയാം. പോരായ്മകൾ പലരിലും വന്നിട്ടുണ്ടെന്നും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഒക്കെ അറിയാം. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോകാനല്ല ശ്രമിക്കേണ്ടത്. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും കൂടുതൽ മേന്മയോടുകൂടി അടുത്ത പ്രാവശ്യം ഇത് നിർവഹിക്കണമെന്നൊരു തീരുമാനം ഓരോരുത്തരും ഉണ്ടാവണം. അവിടെയാണ് നമുക്ക് ശ്രദ്ധയും ഓർമ്മയും ശക്തിയും ഒക്കെ ലഭിക്കുന്നത്. അല്ല, ഇതിപ്പോൾ അങ്ങനെ പോയി ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ചെന്ന് ചോദിച്ചാൽ എന്തു കുഴപ്പം എന്ന് ചിന്തിച്ചാൽ ഈ കഞ്ഞിവെള്ളം മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും പ്രധാനമായി പലർക്കും പറ്റുന്ന ഒരു അപാകത ഈ ഭക്ഷണ കാര്യത്തിലാണ്. ഇപ്പോൾ പല കുഞ്ഞുങ്ങളും വന്നിപ്പോൾ എന്നോട് പറയാറുണ്ട്, സ്കൂളിൽ പോയപ്പോൾ അറിയാതെ അങ്ങനെ കഴിച്ചുപോയി, ഇങ്ങനെ കഴിച്ചുപോയി. ഇതൊക്കെ മാതാപിതാക്കൾ അത്രയും ശ്രദ്ധ അവരിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ ശ്രദ്ധ കൊടുത്താണ് അവരെ അയക്കുന്നതെങ്കിൽ, ആ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് അവരെ അയക്കുന്നതെങ്കിൽ അവർക്ക് അബദ്ധം പറ്റുകയില്ല. എത്ര കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും, ഇനി എത്ര കൊതി സഹിക്കാൻ വയ്യാത്തവരാണെന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ചയാണ് ചെയ്തുകൂടാ എന്നുള്ള ഒരു തീരുമാനം അവരിലേക്ക് നമ്മുടെ അറിവ് പകരുന്നതിലൂടെ അവരിൽ സമ്പാദിക്കപ്പെടണം, ഉറപ്പിക്കപ്പെടണം. അതാണ് മാതാപിതാക്കളുടെ തീവ്രത എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രം മാതാപിതാക്കളാവുന്നില്ല. അറിവിൽ കൂടിയും ധർമ്മബോധത്തിൽ കൂടിയും വളർത്തി ഉയർത്താൻ കഴിയണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പലർക്കും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് സ്കൂളുകളിൽ. ഇപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ ആഹാര വിതരണമൊക്കെ ഉണ്ടല്ലോ, സ്കൂളുകളിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിശേഷം വന്നാൽ ഇങ്ങനെ വലിയ വലിയ പരിപാടികളൊക്കെ സ്കൂളിൽ വെച്ച് നടത്താറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് പലർക്കും അബദ്ധം പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് കാര്യം നടന്നാലും കേക്ക് മുറിക്കുക എന്നൊരു പരിപാടിയുണ്ട്. കേക്കിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചേരുന്നത് മുട്ടയും അതുപോലുള്ള സാധനങ്ങളുമാണ്. ഈ മുട്ട എന്നുള്ളതിനേക്കാളും ഭീകരമായ പല സാധനങ്ങളും അതിനകത്തുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൽ യാതൊരു ഉപയോഗവും ഇല്ലാത്ത പല വസ്തുക്കളും അതിനകത്ത് നിറത്തിനും മണത്തിനും വേണ്ടി ചേർക്കുന്നുണ്ട്, വലിപ്പം വർദ്ധിക്കാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഹോബി. എന്തുണ്ടായാലും കേക്ക് മുറിക്കുക. കുഞ്ഞ് ജനിച്ചാൽ 28 കെട്ടിയാൽ ചോറ് കൊടുത്താൽ പിന്നെ തുടർന്ന് എന്തെല്ലാം വരുന്നു, ഇനിയിപ്പോൾ എഴുത്തിനിരുത്തിയാൽ എന്ത് വിശേഷം നടന്നാലും കേക്ക്. അതിപ്പം മൊബൈലിൽ അങ്ങോട്ട് കുത്തിക്കൊടുത്താൽ മതി, ഇപ്പം വീട്ടിൽ വരും ഏത് സൈസ് വേണമെങ്കിലും. ഇത് എവിടുന്ന് ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കിയൊന്നും ഒരു പിടിയില്ല. ഒരു വിശ്വാസം അങ്ങ് കഴിക്കുക. ആരും കുറച്ച് മുഖത്തും തേക്കും, ബാക്കി കഴിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കുഞ്ഞുങ്ങളും കഴിക്കും. ഇപ്പോൾ വ്രത ദിവസമാണോ അല്ലാത്ത ദിവസമാണോ എന്നൊക്കെ അവർ മറന്നുപോകും. ഈ ആഹ്ലാദ തിമിർപ്പിൽ ഇതെല്ലാം മറന്നുപോകും. അപ്പോൾ ഏതവസ്ഥയിലും ആ അറിവോടുകൂടി ചിന്തിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ അറിവ് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ അത്ര കൃത്യമായിട്ട് ഇതെല്ലാം നിർവഹിക്കുന്നവരുമുണ്ട്. അത് മാതാപിതാക്കളുടെ കൂടെ ശ്രദ്ധയും പിന്നെ അവരുടെ ജന്മാന്തരവും ഉണ്ട്. കുറച്ചൊക്കെ അവരുടെ ജന്മാന്തരവും കൂടിയാണ്. ഏത് പ്രകാരത്തിലായാലും നിർബന്ധനിഷ്ഠയോടുകൂടി ഈ വ്രതമെടുക്കുവാൻ, ഈ വ്രതമെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളോട് വീണ്ടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചാൽ മതി. വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ, വ്രതമെടുക്കുവിൻ വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ, അജ്ഞാനലോക സംഹാരം നടത്തുവാൻ, അജ്ഞാനലോക സംഹാരം നടത്തുവാൻ. അജ്ഞാനലോകം എന്ന് പറയുന്നത് പുറമേ കാണുന്ന ലോകമല്ല. അജ്ഞാനലോകം ആദ്യം മാറ്റേണ്ടത് എവിടുന്നാണ്? അവരവരുടെ ഉള്ളിൽ നിന്നാണ് ആദ്യം മാറ്റേണ്ടത്. അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനത്തെ മാറ്റിയാൽ പുറമേ ഉള്ള അജ്ഞാനമൊന്നും പിന്നെ ബാധിക്കുകയില്ല, ഒരു കാരണവശാലും പിന്നെ ബാധിക്കുകയില്ല. അപ്പം അകമേ നിന്ന് ആദ്യം ഇത് ഒഴിയണമെങ്കിൽ എന്തെടുക്കണം?
വ്രതമെടുക്കുവിൻ. അജ്ഞാനലോക സംഹാരം നടത്തുവാൻ. ഉന്നതനാകുന്ന ഗുരു നിയമിച്ചിരിക്കുന്ന ഈ നിയമങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശുദ്ധമാക്കുവാൻ വേണ്ടിയാണ്. അത് നിങ്ങളിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം. നമ്മളിപ്പോൾ പല കാര്യസാധ്യത്തിന് വേണ്ടി വ്രതമെടുക്കുന്നവരുണ്ട്. അതെല്ലാം അതിൻ്റെ കൂടെ ആകാം, അതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഏത് ഫലം ആർക്ക് ലഭിക്കണമെങ്കിലും ഈ പരിശുദ്ധ ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഉണ്ടായെങ്കിലേ സാധ്യമാകൂ. ഗ്രന്ഥഭാഗങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, നിനക്കൊരാവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ച് കരയുമ്പോൾ നിനക്ക് ഹൃദയപരിശുദ്ധി ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ നിൻ്റെ അടുത്ത് വരും? നിന്റെ ശുദ്ധമായ ഹൃദയത്തിൽ എത്തിയല്ലേ നിന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ഭാഗമുണ്ട്. ശുദ്ധമായ ഹൃദയത്തിലെത്തിയേ ഗുരുവിന് ശിഷ്യനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആ കൽപ്പനയുടെ അർത്ഥം. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ശുദ്ധമാകും തോറും ഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. മുൻപൊരിക്കൽ ഞാനൊരു കഥ പറഞ്ഞു. നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു കഥയുടെ ഭാഗമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥയല്ലേ? കേട്ടിട്ടുണ്ടോ? ആ കഥ അറിയാവുന്നവരൊന്ന് കൈവക്കി, അറിയാൻ വയ്യാത്തവരൊന്ന് കൈവക്കി. രണ്ടിനും പൊക്കുന്നവരും ഉണ്ട്. ഒന്നുകൂടെ പറയണം എന്നുള്ള ആഗ്രഹമാണ് അല്ലേ? കഥ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കഥാസാരം ഗ്രഹിക്കാനും ജീവിക്കാനുമാണ് പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ പാണ്ഡവരും കൗരവരും കൂടി ചൂത് കളിച്ചു. കള്ളച്ചൂത് കളിച്ചു കൗരവർ ജയിച്ചു, പാണ്ഡവർ തോറ്റുപോയി. അതാണ് കഥ. അവിടെ പാണ്ഡവരുടെ എല്ലാ സ്വത്തുക്കളും ഇതിൽ പന്തയത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവസാനം ഉണ്ടായിരുന്നത് 5 പേരും കൂടി ചേർന്ന് വിവാഹം കഴിച്ച ഒരു പത്നി, സഹധർമ്മിണി പാഞ്ചാലിയെയും പണയം വെച്ചു. അവസാനം കൗരവരുടെ സ്വാധീനത്തിലായി പാഞ്ചാലി. അപ്പോൾ അവർക്ക് കിട്ടിയ അവസരമാണ്. അവർ ആ വലിയ വേദിയിൽ പാഞ്ചാലിയെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. ദുശാസനനാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ ഈ 5 വീരന്മാരായ ഭർത്താക്കന്മാരുടെ ഭാര്യ അവരെ നോക്കി കണ്ണുനീരൊഴുക്കി. പിതാമഹന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ എല്ലാവരെയും നോക്കി കണ്ണീരൊഴുക്കി. ആരും സഹായത്തിനില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിയമമാണ്. പണയം വെച്ച വസ്തു ജയിക്കുന്ന ആളിന് സ്വന്തമാണ്, അത് നിയമമാണ്. അവിടെ ഇന്നത്തെ കൂട്ട് കയറി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം അവിടെ നിന്നുകൊണ്ട് ഒരു രക്ഷയുമില്ല. വിളിച്ചു, ദ്വാരകാനാഥ കൃഷ്ണ, മധുരാപതേ കൃഷ്ണ, രാധാപതേ കൃഷ്ണ. അറിയാവുന്ന പേരെല്ലാം വിളിച്ചു. അറിയാവുന്ന പേരുകളെല്ലാം വിളിച്ചു. ആര്? പാഞ്ചാലി. കൃഷ്ണൻ വന്നില്ല. അപ്പോൾ ഒരു കൈ കൊണ്ട് ഉത്തരീയത്തിൽ പിടിച്ചിരിക്കുകയാണ്. ദുശാസൻ ആഞ്ഞു വലിക്കുകയാണ്. ഇപ്പം പോവും, സർവ വസ്ത്രവും പോവും, തൻ്റെ മാന ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് തീരുമാനിച്ച് എത്രയും വിളിച്ചിട്ടും ഭഗവാനും വരുന്നില്ല എന്നുള്ള സങ്കടത്തോടു കൂടി അവസാനം വിളിച്ച വിളി കുറിക്കുകൊള്ളുന്ന വിളിയായിരുന്നു. എന്താ വിളിച്ചത്? മമ ഹൃദയാദിവാസ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന കൃഷ്ണ. എൻ്റെ അപ്പോൾ കൃഷ്ണൻ എളുപ്പമായി. മറ്റേ മധുരയിൽ നിന്ന് വരണമായിരുന്നു, ദ്വാരകയിൽ നിന്ന് വരണമായിരുന്നു, രാധയുടെ അടുത്തു നിന്ന് വരണമായിരുന്നു, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വരണമായിരുന്നു. സ്വന്തം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് മമ ഹൃദയാദിവാസ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് എഴുന്നള്ളി കിലോമീറ്ററുകൾ കണക്കിന് വസ്ത്രം കൊടുത്തു. ദ്രൗപദിയെ, പാഞ്ചാലിയെ അവിടെ രക്ഷിക്കുകയാണ്. ഈ കഥയുടെ സാരം എന്താണ്? ഹൃദയശുദ്ധി വരുത്തി ഗുരുനാഥനു കാഴ്ച വയ്ക്കുന്നു. സ്വീകരിച്ചിടുക
എന്നെ സ്വീകരിക്കണേ എന്ന് പറയുക പോലും വേണ്ട, പിന്നെ അതിനോട് അനുബന്ധമായി കീർത്തിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ശുദ്ധ ഹൃദയത്തിൽ എഴുന്നള്ളി വാഴുവാൻ കൊതിക്കുകയാണ് ദൈവം. ഒരുങ്ങിക്കൊള്ളുക, ഹൃദയം ശുദ്ധമാക്കിക്കൊള്ളുക. ജഗദീശ്വരൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. സർവദാ സർവശക്തി നിങ്ങളിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. നിങ്ങൾ ചെയ്തു പോയ കുറവുകളും പോരായ്മകളും എല്ലാം മഹാശക്തി ക്ഷമിക്കട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളും ഇരുമിടിക്കെട്ടുകളും മഹാശക്തി സ്വീകരിച്ച് നിങ്ങളിൽ ആശ്വാസവും ആനന്ദവും ദാനം ചെയ്യുമാറാകട്ടെ. അടുത്ത വർഷം ഇതിലുപരിയായ സന്തോഷത്തിൽ എത്തിച്ചേരുവാൻ തക്കവിധം വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. മഹാശക്തിയുടെ നിറഞ്ഞ കാരുണ്യത്തിൽ കൂടി ഈ സമയം, ഈ ഉത്രാടം ബക്കനാൾ ദിനത്തിൽ ആരംഭിച്ച ഈ മഹാതീർത്ഥാടനം ഇതിൻ്റെ സമാപനം വരെയും ആനന്ദമായി നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം നിങ്ങളെല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുകയാണ്, അത് കാണാൻ കൊതിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു തരുവാൻ മഹാശക്തിയോട് ഇരന്നു പ്രാർത്ഥിക്കാം. ഉന്നതമായ ആ കർമ്മങ്ങൾക്കായി മഹാശക്തി കണ്ടെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി സർവദാ കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സന്യാസ പരമ്പരകളെയും ഈ കർമ്മങ്ങൾക്കായി പല ദിക്കുകളിൽ പോയി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി ഇപ്പോൾ നമ്മുടെ വെള്ളാങ്കോട് ശാഖാശ്രമ വാർഷികം കഴിഞ്ഞിട്ടാണ് ശാന്താനുസ്വാമിയും കുറേ ഭക്തജനങ്ങളും കൂടി വന്നത്. അവിടെ ഗംഭീരമായ നിലയിലാണ് എല്ലാം നടത്തപ്പെട്ടത്. അവിടെ വളരെ കുറവ് ആളുകളെ ഉള്ളൂ, കുടുംബങ്ങളൊക്കെ വളരെ കുറവാണ്. ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഈ വന്നിരിക്കുന്നവരിൽ തന്നെ പലരും വിദേശത്തു നിന്ന് വന്നാണ് വാർഷികം നടത്തിയത്. കാരണം പുരുഷന്മാർ വളരെ കുറവാണ്, അത് കാരണം കൂടുതൽ ആളുകൾ വിദേശത്തൊക്കെയാണ്. അപ്പോൾ എങ്കിലും വളരെ ഗംഭീരമായ നിലയിൽ അതെല്ലാം നടത്തപ്പെട്ടു. അതിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് അവർ വന്നു ചേർന്നത്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജനുവരി മാസം ആരംഭിച്ചു കഴിയുമ്പോൾ അനേകം സ്ഥലങ്ങളിൽ വാർഷികം നടക്കാനുണ്ട്. അതെല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യമുണ്ടാകട്ടെ. അതുപോലെ 2 സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ കർമ്മങ്ങൾ, പുനർനിർമ്മാണ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതും ഉന്നതമായ നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം വീണ്ടും വീണ്ടും ദർശിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ച ഇരുമുടിക്കെട്ടുകൾ പ്രാർത്ഥിച്ച് അത് അഴിക്കുവാൻ അനുവദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പ്രകാരം അതെല്ലാം അഴിക്കാം. അതിൻ്റെ വിഭവങ്ങൾ വേർതിരിച്ച് സൂക്ഷിച്ച് അതെല്ലാം വെച്ചാൽ നമുക്ക് നിങ്ങൾ വീണ്ടും വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുവാനാണ്, അല്ലാതെ ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനല്ലല്ലോ, നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. നിങ്ങളെപ്പോലെ അനേകങ്ങൾ ഇപ്പോൾ ദിനംപ്രതി പുതിയ പുതിയ ആളുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആഴ്ചകളിലും പുതിയ പുതിയ ആളുകൾ സത്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്തജനങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം ദൈവം തന്നെ നിങ്ങളിൽ കൂടി ഇവിടെ എത്തിക്കുന്നു. അത് ഞാൻ സ്വീകരിക്കുന്നു. എല്ലാം നിങ്ങൾക്ക് ആനന്ദത്തിനായി വരുമാറാകട്ടെ. ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. അന്നദാന പ്രഭുവായ സർവലോകനാഥൻ വന്നോ. കഷ്ടത പട്ടിണിയെല്ലാം മാറ്റി തന്നല്ലോ. മർത്യജന്മ
നന്ദിയോടെ